ഞാൻ ജയ റെജി മത്തായി, സൈക്കാട്രിക് നേഴ്സ് പ്രാക്ടീഷണറായിട്ട് ടെക്സസിൽ ജോലി ചെയ്യുന്നു. ഇന്ന് നിങ്ങൾ കണ്ട ഞാനൊരു ബ്ലൂ കളർ സാരിയൊക്കെ കൊടുത്താണ് വന്നിരിക്കുന്നത്. കാരണം ഇത് ഏപ്രിൽ മാസം. ഏപ്രിൽ മാസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഏപ്രിൽ മാസമാണ് ഓട്ടിസം സ്പെക്ട്രം അവയർനെസ് മന്ത് ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. ഏപ്രിൽ 2 ഓട്ടിസം സ്പെക്ട്രം ഡേ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിക്കണം, നമുക്ക് ഡയബറ്റിക് ഡേ ഉണ്ട്, സൂയിസൈഡ് പ്രിവെൻഷൻ മന്ത് ഉണ്ട്. പക്ഷേ ഓട്ടിസം സ്പെക്ട്രം അവയർനെസ് മന്താണ്. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറയുന്നതായിരിക്കും. പിന്നെ ഞാൻ ഈ ഓട്ടിസത്തെ പറ്റി മറ്റ് 2 വീഡിയോകൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു സമ്മറി ആയിട്ടും, പിന്നെ ഓട്ടിസത്തിൽ പല കാര്യങ്ങൾ നമ്മൾ മാറി ചിന്തിക്കേണ്ടത്, നമുക്കെല്ലാവർക്കും ഓട്ടിസം ഉള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതേപ്പറ്റി ഞാൻ വിശദമായിട്ട് പറയുന്നതായിരിക്കും. ആദ്യമായിട്ട് തന്നെ ഈ വീഡിയോ ഒരിക്കലും ഒരു ട്രീറ്റ്മെൻറ്റ് പർപ്പസിനോ ഡയഗ്നോസ്റ്റിക് പർപ്പസിനോ ആയിട്ട് ഉപയോഗിക്കരുത്. ഇത് എല്ലാവർക്കും ഓട്ടിസത്തെ പറ്റി ഒരു അവയർനെസ് തരാൻ വേണ്ടി മാത്രമാണ്. ആദ്യമായിട്ട് എന്താണ് ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ? ഇത് ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റൽ ഡിസോർഡറാണ്. അതായത് നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസിൻ്റെ ഡെവലപ്മെൻറ്റിലുള്ള ഒരു ഡിഫറൻസ്. ഇത് മൈൽഡ് ആയിരിക്കാം, മോഡറേറ്റ് ആയിരിക്കാം, സിവിയർ ആയിരിക്കാം. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ഈ സിംറ്റം അനുസരിച്ചാണ് നമ്മൾ ഇതിനെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്തുകൊണ്ട് ഇതിനെ ഡെവലപ്മെൻറ്റൽ ഡിസോർഡർ എന്ന് പറയുന്നത്? ഇത് ചെറിയ പ്രായത്തിൽ 2-3 വയസ്സിനിടയ്ക്ക് കണ്ടുപിടിക്കുന്നതാണ്. പക്ഷേ മൈനർ സിംറ്റംസ് ആണെങ്കിൽ ചെറുപ്രായത്തിൽ കണ്ടുപിടിച്ചില്ലെങ്കിലും വളർന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡെയിലി ലൈഫിലെ പല ആക്ടിവിറ്റീസിനും നമുക്കത് മീറ്റ് ചെയ്യാൻ പറ്റാൻ, ഡെയിലി ലൈഫിലെ നീഡ്സ് ടൈമിൽ മീറ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ലേറ്റായിട്ടും ഡയഗ്നോസ് ചെയ്യുന്നതുണ്ട്. പക്ഷേ ഈ സിംറ്റംസ് ഒക്കെ വളരെ ചെറുപ്പത്തിലേ ഉള്ളതാണ്. വളർന്നു കഴിഞ്ഞിട്ട് ഓൾ ഓഫ് എ സഡൻ അങ്ങനെ വരുന്ന ഒരു സിംറ്റംസ് അല്ല. പിന്നെ ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിൻ്റെ സിംറ്റംസിനെ പറ്റി പറയുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇത് അഫക്റ്റ് ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷൻ, സോഷ്യൽ ഇൻട്രാക്ഷൻ, പിന്നെ ബിഹേവിയറിലാണ്. അതായത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മളെപ്പോഴും ഓർക്കണം, നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എപ്പോഴും നടത്തുന്നത് നമ്മൾ സംസാരത്തിൻ്റെ രീതികൾ, പിന്നെ നമ്മൾ ആശയവിനിമയം നടത്തും, പിന്നെ നമ്മുടെ റീഡിങ്, റൈറ്റിങ്, അങ്ങനെ പല രീതിയിലാണ് നമ്മൾ ആശയവിനിമയം നടത്തുന്നത്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ആശയവിനിമയത്തിലുള്ള പ്രയാസം അനുഭവപ്പെടും. അതായത് സാധാരണ ഒരു 9 മാസം പ്രായമായിട്ടും കുട്ടി പേരിനോട് പ്രതികരിക്കുന്നില്ല. നമ്മൾ വിളിച്ചാൽ അവരിങ്ങനെ ഒരു 10-15 പ്രാവശ്യം വിളിച്ചാൽ വല്ല ഒരു പ്രാവശ്യം വല്ലതും തിരിഞ്ഞു നോക്കിയെങ്കിലായി. അങ്ങനെ അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാൻ പ്രയാസം കാണും. ചില കുട്ടികൾ സംസാരിക്കത്തില്ല. ചില കുട്ടികൾ 1-2 വാക്കുകൾ പറയും. ആ വാക്കുകൾ തമ്മിൽ ഒരു കോർഡിനേഷനും കാണത്തില്ല. ചിലപ്പോൾ നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിച്ചാൽ നിൻ്റെ പേരെന്താണ്, അത് തന്നെ അവർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവർ തലേദിവസം കണ്ട ടിവിയിലെയോ എവിടെന്നെങ്കിലും കേട്ട എന്തെങ്കിലും വേർഡുകളോ അത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മറ്റൊരു കാര്യം കാണുന്നത് അവരുടെ ഐ കോണ്ടാക്റ്റ് ആണ്. അവർ ഒരു 3-4 മാസം, ചില കുട്ടികൾ 2 മാസമൊക്കെ ആകുമ്പോൾ അമ്മമാരുടെ മുഖത്തോട്ട് നോക്കാറുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഐ കോണ്ടാക്റ്റ് കുറവാണ്. അവർ മുഖത്തോട്ട് നോക്കത്തില്ല. വളർന്നു വരുമ്പോഴാണെങ്കിലും ചിലപ്പോൾ അവർ നിലത്തൊക്കെ നോക്കിയാണ്, അവരൊരിക്കലും ഡയറക്റ്റ് ഐ കോണ്ടാക്റ്റ് തരത്തില്ല. പിന്നെ മറ്റൊരു കാര്യമുണ്ട്, സാധാരണ കുട്ടികൾ ഒരു 9 മാസമൊക്കെ ആകുമ്പോൾ സന്തോഷം, സങ്കടം, ദേഷ്യം ഇങ്ങനെയുള്ള ഭാവവ്യത്യാസങ്ങളൊക്കെ തിരിച്ചറിയും. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾ ഇത് തിരിച്ചറിയാനും പ്രയാസമായിരിക്കും. പിന്നെ നമ്മൾ കാണുന്നതാണ് അവരുടെ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാനായിട്ടോ, അതുപോലെ തന്നെ അവർ കളിക്കുമ്പോൾ അവരെപ്പോഴും തന്നെ അവരുടേതായ ലോകത്തിലായിരിക്കും. അവർക്ക് തന്നെ കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. പിന്നെ അവർ ടോയൊക്കെ ഇങ്ങനെ ലൈനപ്പ് ചെയ്ത് വെക്കും. നമ്മളൊരു ബ്ലോക്കൊക്കെ കൊടുത്താൽ അവരതനുസരിച്ച് ബ്ലോക്ക് വെച്ച് കളിക്കത്തില്ല, അവർ ലൈനപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഒരു കാറൊക്കെ കൊടുത്താൽ അവരതിൻ്റെ വീല് മൂവ്മെൻ്റ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കും, ഫാൻ അതിൻ്റെ മൂവ്മെൻറ്റ് നോക്കിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഒരു മീനിങ് ഫുള്ളായിട്ട് അത് ഉപയോഗിച്ച് കളിക്കാനുള്ള കഴിവ് അവർക്കില്ല. അതുപോലെ ഷെയർ ചെയ്യാനായിട്ടുള്ള കഴിവില്ല. മറ്റുള്ളവരുടെ വേദന എന്താണ്, അതുപോലെ തന്നെ അവർക്കും വേദന എന്താണ്, അങ്ങനെയുള്ള കഴിവുകൾ കുറവായിരിക്കും. അതുപോലെ തന്നെ പിന്നെ റെസിപ്രോക്കൽ സോഷ്യൽ ഇൻട്രാക്ഷൻ, അതായത് കുട്ടികൾ ബായ്, ടാറ്റ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് അതിനു വേണ്ടിയുള്ള കറക്റ്റായിട്ടുള്ള ആൻസർ തരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറകോട്ടായിരിക്കും.
പിന്നെ അവർക്ക് പിന്നെയുള്ളതാണ് റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ, അതായത് പിന്നെ അടുത്തതായിട്ടുള്ളതാണ് റിസ്ട്രിക്റ്റഡ് റിപ്പിറ്റേറ്റീവ് ബിഹേവിയർ. അതായത് അവർ ഓരോ കാര്യങ്ങൾ തന്നെ പിന്നെയും സെയിം ചെയ്തുകൊണ്ടിരിക്കും. ഒരു ടോയ് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതെപ്പോഴും അവർ ആ ടോയ് തന്നെ ഉപയോഗിക്കും. അതുപോലെ തന്നെ അവർക്ക് ചില റിച്വൽസ് കാണും, ചില രീതിയിൽ പല കാര്യങ്ങളും ഒരേ രീതിയിൽ ചെയ്യണം, മാറ്റങ്ങൾ അവർ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ തന്നെ അവർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ പിന്നെയും ചെയ്യും. നമ്മൾ ഓരോ തവണയും ഓരോ രീതിയിൽ കളിപ്പാട്ടങ്ങൾ കളിക്കും. അതുപോലെ തന്നെ അവർ പല കാര്യങ്ങളും മാറ്റങ്ങൾ വരുത്തുമ്പോൾ അത് അവരെ ദേഷ്യം പിടിപ്പിക്കും. അതുപോലെ തന്നെ അവർക്ക് സംസാരിക്കാനും അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനും പറ്റാതെ വരുമ്പോൾ അവർക്ക് ദേഷ്യം വരും, അവർ വയലൻ്റ് ആകും. അതുപോലെ തന്നെ അവർ ചില കാര്യങ്ങളോട് ഭയങ്കര ഒബ്സസീവ് ആയിരിക്കും. പിന്നെ ചിലപ്പോൾ ചില കുട്ടികൾക്ക് പല സെൻസറി ഇഷ്യൂസ് ഉണ്ട്. അതായത് ചില ക്ലോത്തുകൾ അത് അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. അതുപോലെ തന്നെ ചില സ്ട്രക്ചറുകൾ, ചില സ്മെല്ലുകൾ, അതുപോലെ തന്നെ ചില കളറുകൾ. പിന്നെ ചില കുട്ടികൾക്ക് ലൗഡ് നോയ്സ്, അതായത് ചിലർ ഭയങ്കര സെൻസിറ്റീവാണ് ഈവൻ ചെറിയ സ്വരത്തിനും, ചിലർ വലിയ സ്വരത്തിന് സെൻസിറ്റീവ് ആയിരിക്കും. ഇങ്ങനെ പല സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ട്. ഇതെല്ലാം എല്ലാവർക്കും വരണമെന്നില്ല. ചിലർക്ക് ഇതിൽ ചിലതുകൾ കാണും, ചിലർക്ക് കുറച്ച് കൂടുതലായിട്ട് കാണും. അതുകൊണ്ട് ഈ സൈൻ ആൻഡ് സിംറ്റംസ് ഉള്ളവരെല്ലാവരും ഓട്ടിസ്റ്റിക് ഡയഗ്നോസിസ് ഉള്ളവരാണെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഈ ഓട്ടിസ്റ്റിക് പിള്ളേർക്ക് ഇതിലെ സൈൻ ആൻഡ് സിംറ്റംസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ പലതും നമ്മൾക്ക് കാണാൻ. ഇപ്പോൾ ഇവിടെ നിങ്ങളോടുമായിട്ട് പങ്കുവയ്ക്കുന്നത് എൻ്റെ കഴിഞ്ഞ വീഡിയോകളിൽ പലരും പല ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ആ ക്വസ്റ്റ്യൻസിലുള്ള ആൻസറാണ് ഞാനിവിടെ പറയുന്നത്. വീഡിയോയുടെ താഴെ ക്വസ്റ്റ്യൻസ് കമൻ്റായിട്ടിട്ടാൽ വളരെ നല്ലതായിരുന്നു. എനിക്ക് പലരും വാട്സപ്പിൽ കൂടെയാണ് കമൻറ്റുകളും ക്വസ്റ്റ്യൻസും ചോദിക്കുന്നത്. വീഡിയോയുടെ താഴെ ഇടുമായിരുന്നെങ്കിൽ എല്ലാവർക്കും കാണാം, അവിടെ എനിക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്യാമായിരുന്നു. എനിവേ, ആദ്യമായിട്ട് ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: പ്രായമായവർക്ക് ഓട്ടിസം ഉണ്ടാകുമോ? പ്രായമായവർക്കുണ്ടാകുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രായമായിട്ട് ഓട്ടിസം ഉണ്ടാകത്തില്ല. ഇതൊരു ഡെവലപ്മെൻ്റൽ ഡിസോർഡറാണ്. ചെറുപ്രായത്തിൽ നമ്മൾക്കുള്ള ഒരു അസുഖമാണ്, ഉള്ള ഒരു അവസ്ഥയാണ്. അത് ചിലപ്പോൾ മൈൽഡ് ആയതുകൊണ്ട് ചെറുപ്രായത്തിൽ കണ്ടുപിടിക്കാതെ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഡെയിലി ലൈഫിലുള്ള പല നീഡ്സും നമുക്ക് സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റാതെ പ്രശ്നങ്ങൾ വരുമ്പോൾ രോഗികൾ, എനിക്ക് പലരും അഡൾട്ടായിട്ട് വന്ന് എനിക്ക് ഡയഗ്നോസ് ചെയ്യേണ്ട അവസരം വന്നിട്ടുണ്ട്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അത് വളരെ പ്രയാസകരമായ ഒരു ആൻസറാണ്. കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം എന്തെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. അപ്പോൾ നമുക്കിത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് പറയാൻ വളരെ പ്രയാസമാണ്. പക്ഷേ എനിക്ക് അമ്മമാരോട് പറയാനുള്ളത്, കാരണം എനിക്കറിയാവുന്ന പലരും എൻ്റെ കുട്ടിക്ക് ഇത് വന്നല്ലോ, എന്തുകൊണ്ടാണ് ഇത് വന്നത് എന്ന് വിചാരിച്ച് കരഞ്ഞ് കഴിയുന്നവരുണ്ട്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ന്യൂറോ ഡെവലപ്മെൻ്റൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു ഡിഫറൻസ്, ന്യൂറോ ഡെവലപ്മെൻ്റൽ ഡിഫറൻസ് അങ്ങനെ വിചാരിക്കുക. എൻ്റെ കുട്ടി മറ്റുള്ള കുട്ടികളെക്കാളും ഒരു പ്രത്യേകതയുള്ള ആളാണ്. അങ്ങനെ വിചാരിച്ച് ഇത് എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് വന്ന് എന്ന് വിചാരിച്ച് സമയം കളയാതെ എൻ്റെ കുട്ടിക്ക് പൂർണ്ണമായിട്ടും നന്നായിട്ടും വളരാനായിട്ടുള്ള സാഹചര്യം എനിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും, അത് ചിന്തിച്ച് അങ്ങനെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പിന്നെ ഈ സമയത്ത് എനിക്ക് പറയാനായിട്ടുള്ളത്, നമ്മൾ ഈ കുട്ടികൾക്ക് പല തെറാപ്പികളും, അതായത് അവർ സംസാരിക്കാനായിട്ട്, OT ട്രെയിനിങ്ങിന്, അവരുടെ ഓരോ കാര്യങ്ങളും, അതിന് നമ്മൾക്ക് ഒരു ഗ്രൂപ്പ് എഫേർട്ടുണ്ട്. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് ചില സമയത്തൊക്കെ സ്പീച്ച് തെറാപ്പിയൊക്കെ 4-5 മണിക്കൂറുകളൊക്കെ ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്പെൻഡ് ചെയ്താണ് നമുക്ക് ഓരോ ചെറിയ റിസൾട്ടും വരുന്നത്. ആ ചെറിയ റിസൾട്ടൊക്കെ ആഘോഷിക്കുക. പിന്നെ ഇത് കുടുംബത്തിൻ്റെ എല്ലാവരുടെ സപ്പോർട്ട് വളരെ ആവശ്യമുള്ള സമയമാണ്. കാരണം അമ്മമാരാണ് കൂടുതൽ സമയം ഈ കുട്ടികളുടെ ട്രെയിനിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കുടുംബത്തിൽ ബാക്കിയുള്ളവർ അവരെ സപ്പോർട്ട് ചെയ്യണം. അത് അവർക്ക് ഒരു പോസിറ്റീവ് എനർജി കൊടുക്കും. അത് കുട്ടികളിലും നല്ല മാറ്റം നമ്മൾക്ക് കാണാൻ പറ്റും. പിന്നെ അടുത്തൊരു ചോദ്യം ചോദിച്ചത്, ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അങ്ങനെ ചോദിക്കുമ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ടുള്ളത് തെറാപ്പിയാണ്.
അതായത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം അപ്രോച്ചാണ്. അതായത് ഇതിനു വേണ്ടി ഡെവലപ്മെൻറ്റൽ പീഡിയാട്രിഷ്യൻ ഉണ്ട്, അതുപോലെ തന്നെ സൈക്കാട്രിസ്റ്റ് ഉണ്ട്, ന്യൂറോളജിസ്റ്റ്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ്, സ്പീച്ച് തെറാപ്പിസ്റ്റ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതായത് മെയിനായിട്ടുള്ളതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ABA തെറാപ്പിയാണ്. അതായത് നമ്മൾക്കത് കാണാൻ പറ്റും, അപ്ലൈഡ് ബിഹേവിയർ അനലറ്റിക് തെറാപ്പി. ഇതുമൂലം അതായത് ഓരോ കുട്ടികളെയും അസസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എവിടെയാണ് കൂടുതലായിട്ട്, അതായത് അവരുടെ സ്പീച്ചിലാണോ അതോ അവർക്ക് കൂടുതലായിട്ട് കെയർ വേണ്ടത് അവരുടെ ബിഹേവിയറിലാണോ അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനിലാണോ, ഇതനുസരിച്ച് അവർക്ക് വേണ്ട കെയർ കറക്റ്റായിട്ട് കൊടുക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് അപ്രോച്ചാണ് ഇവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ എന്നോട് ചോദിച്ച മറ്റൊരു കാര്യമാണ്, ഇതിന് ഇതിന് ചെയ്യാൻ എന്തെങ്കിലും ടെസ്റ്റുകളുണ്ടോ? ഇതിനങ്ങനെ ചെയ്യാനായിട്ട്, ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് അവരുടെ ബിഹേവിയറിലും അവരുടെ കമ്മ്യൂണിക്കേഷനിലും ഇൻട്രാക്ഷനിലുള്ള വേരിയേഷൻ കണ്ട് നമുക്കൊരു ന്യൂറോസൈക്ക് ഇവാലുവേഷൻ ചെയ്ത് നമുക്കിത് ഡയഗ്നോസ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കുട്ടികളുടെ സെൻസറി ഇഷ്യൂസ്. ആ സെൻസറി ഇഷ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് പല സൗണ്ടുകൾ, സ്മെല്ലുകൾ, അതുപോലെ തന്നെ ഇവർക്ക് ചില സ്ട്രക്ചർ. അതായത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഏർലി ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത്. കാരണം ഈ പിള്ളേരുടെ പല ബിഹേവിയറിലും നമുക്ക് തോന്നും ഈ കുട്ടികൾ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത്, എൻ്റെ കുട്ടികൾക്ക് ഒരു അനുസരണയില്ല, പറഞ്ഞാൽ കേൾക്കത്തില്ല, അവർ റിബലാണ്, അവർക്ക് അല്ലെങ്കിൽ മറ്റ് വേറെ മൂഡ് സിംറ്റംസ് ആണ്, ഇങ്ങനെ പലതും നമ്മൾ ചിന്തിക്കും. കാരണം നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ അവർക്ക് നമ്മളോട് പറയാനുള്ള കാര്യങ്ങൾ അത് വേണ്ട രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതെ അവർ വയലൻ്റ് ആകും. അങ്ങനെയുള്ള അവസരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ചിലപ്പോൾ നമ്മൾ തന്നെ, കാരണം എല്ലാവരും ചിലപ്പോൾ മാതാപിതാക്കളെ ഈവൻ പഴി പറയാറുണ്ട്, നിങ്ങൾ നന്നായിട്ട് കുട്ടികളെ വളർത്തുന്നില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള അവരുടെ ബിഹേവിയറിലോ കമ്മ്യൂണിക്കേഷനിലോ സോഷ്യൽ ഇൻട്രാക്ഷനിലോ എന്തെങ്കിലും വ്യതിയാനം കാണുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ഡയഗ്നോസ് ചെയ്ത് അവർക്ക് ഏർലിയിൽ എത്രയും പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയുള്ള തെറാപ്പിയും ട്രീറ്റ്മെൻറ്റും കൊടുക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ കൂട്ടുകാരിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊരു കുട്ടിയുണ്ടെങ്കിൽ അവർക്ക് ഈ കുട്ടികൾക്ക് ചിലപ്പം ലൗഡ് നോയ്സ്, ഒത്തിരി ഒച്ച ഇഷ്ടമില്ല, അല്ലെങ്കിൽ അവർ സൗണ്ട് സെൻസിറ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ചില ക്ലോത്ത്, അതുപോലെ തന്നെ ചില സ്മെല്ല്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ സെൻസിറ്റീവ് ആയിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ചില സ്ട്രക്ചർ ഇഷ്ടമില്ല, എന്നാൽ ചില സ്ട്രക്ചറുകൾ ഇഷ്ടമാണ്, ചില ഫുഡ് ഇഷ്ടമാണ്, ചില ഫുഡ് ഇഷ്ടമില്ല. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചില ക്രയോണോ മണ്ണോ കല്ലോ അങ്ങനെയുള്ള ആ സ്ട്രക്ചറൊക്കെ ചിലപ്പോൾ ഇഷ്ടമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ ചിലപ്പോൾ വായിലിട്ട് ചവയ്ക്കുകയോ കഴിക്കുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിൽ ആരെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികളുള്ളപ്പോൾ അവർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ നമുക്ക് അവരോട് ചോദിച്ച് ഈ കുട്ടികളുടെ എവിടെയാണ് നമ്മൾ എക്സ്ട്രാ കെയർ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്താണ്, അത് മനസ്സിലാക്കി നമ്മൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഒരുക്കി കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ സ്കൂളിലാണെങ്കിലും ഇത് തന്നെ സെൻസറി ഇഷ്യൂസ് കൊണ്ടും അവരുടെ സോഷ്യൽ ഇൻട്രാക്ഷനിലുള്ള പ്രോബ്ലം കൊണ്ടും അവർക്ക് പല പല കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ സ്കൂളിൽ ഉണ്ടാക്കി കൊടുക്കണം. ഇപ്പോൾ ശരിയാണ്, 10ാം ക്ലാസ്, 12th, കോളേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് ഒരു നിലയിൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. പക്ഷേ ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എല്ലാ സബ്ജക്റ്റിലും സ്മാർട്ട് ആകണമെന്നില്ല. അവർക്ക് ചില സബ്ജക്റ്റിനോടായിരിക്കും ഇൻട്രസ്റ്റ്, ചിലർക്ക് ഡാൻസിനോടായിരിക്കും, ചിലർക്ക് പാട്ടിനോടായിരിക്കും, ചിലർക്ക് മാത്തമാറ്റിക്സ് ആയിരിക്കും. അപ്പം അവരുടെ ഇഷ്ടം എന്താണോ, അവർക്ക് പഠിക്കാൻ പ്രയാസമുള്ള സബ്ജക്റ്റ് ഫോഴ്സ് ചെയ്യാതെ അവരുടെ ഇഷ്ടം എന്താണോ അതനുസരിച്ച് അവരെ വളരാൻ അനുവദിക്കുക. അതായത് നമ്മൾ പറയേണ്ടത് ഇവരെ ഒരു ന്യൂറോ ഡൈവേഴ്സിറ്റി, അതായത് ഇവരെ ഒരു ഡിസേബിൾഡ് ആയിട്ട് കാണാതെ ഇവർക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്, ഇവരുടെ ബ്രെയിൻ ഡിഫറെൻ്റ്ലി ഫോംഡ് ആണ്. അപ്പം അവർക്ക് അവരുടേതായ യുണീക്നെസ് ഉണ്ട്, അവർക്ക് അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. അത് മനസ്സിലാക്കി അതിൽ വളരാൻ നമ്മൾ സമൂഹമായിട്ട് നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് അതിനുള്ള സാഹചര്യമാണ് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അതായത് ഈ 2024 ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ മന്തിൻ്റെ തീം എന്ന് പറയുന്നത് മൂവിങ് ഫ്രം സർവൈവിങ് ടു ത്രൈവ്. അതായത് നമ്മൾ ഇവർക്കൊരു കഴിഞ്ഞുകൂടാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല, അവരുടെ കഴിവ്, അവരുടെ യുണീക്നെസ് മനസ്സിലാക്കി അതിൽ അവരെ വളരാൻ, ആ കഴിവിൽ എത്രത്തോളം അവർക്ക് ഉയരാൻ പറ്റുമോ, എത്രത്തോളം അവർക്ക് വളരാൻ പറ്റുമോ
അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്ത് അതാണ് ഒരു സിറ്റിസണായിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട നമ്മുടെ ഒരു കടമ. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, കമൻറ്റ് ബോക്സിൽ ഇടുക, ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമ്മൾക്ക് ഒരുമിച്ച് നമ്മുടെ ഈ കുട്ടികൾക്ക് വേണ്ടി, ഈ കുട്ടികളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവർക്ക് വളർന്ന് അവരുടെ കഴിവനുസരിച്ച് അവർക്ക് എവിടെയെല്ലാം എത്താൻ പറ്റുമോ അതിനുവേണ്ടി അവരെ ഒരു ടിപ്പിക്കൽ ബ്രെയിൻ എന്നൊരു സിറ്റുവേഷനിലോട്ട് വരുത്താതെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അവരെ മനസ്സിലാക്കി അവരുടെ കഴിവിനെ വികസിപ്പിക്കാനുള്ള സാഹചര്യം നമുക്ക് ഒരുക്കി കൊടുക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.